നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവെച്ച ഈ പഠനക്കുറിപ്പുകളെക്കുറിച്ചാണ്. ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ. അതെ, ഡിജിറ്റൽ മീഡിയ, പിന്നെ നമ്മുടെ ഓൺലൈൻ പെരുമാറ്റം, സ്ക്രീൻ ടൈമിൽ നിന്നൊരു ബ്രേക്ക്, സുരക്ഷ, അങ്ങനെ കുറേ വിഷയങ്ങൾ. അതെ, ഈ കുറിപ്പുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് അതിന്റെ എല്ലാം കാതൽ എന്താണെന്ന് ഒന്ന് ലളിതമായി മനസ്സിലാക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ശരിയാണ്. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം, പക്ഷേ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? ആദ്യത്തെ വിഷയം ഡിജിറ്റൽ മീഡിയ, അതിന്റെ സ്വാധീനം. കുറിപ്പുകളിൽ സർവെയിലൻസ് ക്യാപിറ്റലിസം എന്നൊരു വാക്കുണ്ട്. എന്താണത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന ഓരോ കാര്യവും, ക്ലിക്കുകൾ, ലൈക്കുകൾ, സെർച്ചുകൾ, നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്ത് കാണുന്നു എന്നൊക്കെയുള്ളത്. അതെ, കൃത്യമായി. ഒരു പോസ്റ്റിൽ എത്ര നേരം നോക്കിയിരുന്നു എന്നതുപോലും ഡേറ്റയാണ്, വിവരം. ഈ ഡേറ്റ വലിയ ടെക് കമ്പനികൾ ശേഖരിക്കും. എന്തിന്? നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ സ്വഭാവം, ഭാവിയിലെ പെരുമാറ്റം ഒക്കെ പ്രവചിക്കാൻ. എന്നിട്ട് അതിനനുസരിച്ച് പരസ്യങ്ങൾ കാണിക്കും, മറ്റ് സേവനങ്ങൾ തരും. ആഹാ, അതിലൂടെ അവർക്ക് വലിയ ലാഭം കിട്ടും. ഇതാണ് ശരിക്കും സർവെയിലൻസ് ക്യാപിറ്റലിസം. നമ്മൾ ഫ്രീയായി ഉപയോഗിക്കുന്ന പലതിന്റെയും പിന്നിലെ ബിസിനസ് ഇങ്ങനെയാണ്. അപ്പോ നമ്മളറിയാതെ നമ്മുടെ ഡേറ്റ ഒരു കച്ചവട വസ്തുവാകുന്നു. ദൈവമേ, ഇതുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ ഫോമോ. മറ്റുള്ളവർ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം മിസ്സാകുന്നു എന്നൊരു പേടി. സോഷ്യൽ മീഡിയ കാരണമാണോ ഇത് കൂടുന്നത്? തീർച്ചയായും. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എന്താ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, അതിന്റെ ഒരു ഹൈലൈറ്റ് റീൽ. അതെ, യാത്രകൾ, പാർട്ടികൾ. അതെ, അത് കാണുമ്പോൾ സ്വാഭാവികമായും തോന്നും, എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അവർക്കെല്ലാം ഭയങ്കര രസമാണല്ലോ, ഞാൻ മാത്രം എന്നൊരു ചിന്ത. അതാണ് ഫോമോ. അതൊരു ഉത്കണ്ഠയായി മാറുന്നു അല്ലേ? അതെ, സോഷ്യൽ മീഡിയ അത് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് നോക്കിക്കൊണ്ടിരിക്കും. ഈ എപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്നതിന്റെ വേറൊരു പ്രശ്നമാണോ ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്? കുറിപ്പുകളിലുണ്ട് ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ എപ്പോഴും ഈ എളുപ്പമുള്ള ചെറിയ ചെറിയ കണ്ടന്റ്, ഉദാഹരണത്തിന് ചെറിയ വീഡിയോകൾ, ടിക്ടോക്ക് പോലെ. അതെ, അങ്ങനെയുള്ളവ തുടർച്ചയായി കാണുമ്പോൾ നമ്മുടെ തലച്ചോർ അതിനോട് ശീലിക്കും. അപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ, ഒരു പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ആലോചിച്ച് പരിഹരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഏകാഗ്രത കിട്ടില്ല. ശ്രദ്ധാദൈർഘ്യം, അറ്റൻഷൻ സ്പാൻ കുറയുന്നു എന്ന വാദമാണ് ഈ ബ്രെയിൻ റോട്ട് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡീടോക്സിന്റെ ആവശ്യം ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായും, അതിലേക്ക് നമുക്ക് വരാം. ശരി, ഡിജിറ്റൽ മീഡിയയുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുതിയ മീഡിയയും പഴയ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? പുതിയ മീഡിയ, അതായത് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒക്കെ, അതിന്റെ ഒരു വലിയ പ്രത്യേകത ആർക്കും സംസാരിക്കാൻ ഒരിടം കിട്ടുന്നു എന്നതാണ്. എല്ലാവർക്കും പബ്ലിഷ് ചെയ്യാം. അതെ, പണ്ട് പത്രത്തിലോ ടിവിയിലോ വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പോലും അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ പറ്റി. പിന്നെ വേഗതയുണ്ട്, ഉടനെ പ്രതികരണമറിയാം. എന്നാൽ പഴയ മീഡിയ, പരമ്പരാഗത മീഡിയ, പത്രം, ടിവി, റേഡിയോ, കുറച്ചുകൂടി നിയന്ത്രിതമാണ്. ആശയവിനിമയം കൂടുതലും ഒരു വശത്തേക്ക് മാത്രമാണ്, വേഗതയും കുറവാണ്. പക്ഷേ ഈ പുതിയ മീഡിയയുടെ തുറന്ന സ്വഭാവത്തിനൊരു പ്രശ്നമില്ലേ? ഈ വ്യാജവാർത്തകൾ, തെറ്റായ വിവരങ്ങൾ. ഉണ്ട്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആർക്കും എന്തും പറയാം എന്നതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ വളരെ വേഗം പടരും. ശരിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ AI ഒക്കെ വന്നതോടെ ഡീപ് ഫേക്ക് പോലുള്ളവ, അതായത് ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞതായോ ചെയ്യാത്ത കാര്യം ചെയ്തതായോ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ദൈവമേ, അത് ഭീകരമാണല്ലോ. അതെ, സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയാൻ പറ്റാതാവും. ആളുകളുടെ അഭിപ്രായത്തെ വരെ മാറ്റാൻ ഇതിന് കഴിയും. അപ്പോ ശരിക്കും സോഷ്യൽ മീഡിയ ഒരു ഇരുതലവാള് തന്നെ. ഒരു വശത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാം, സാമൂഹിക മുന്നേറ്റങ്ങൾക്ക്, ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, അറബ് വസന്തമൊക്കെ പോലെ വേദിയാകാം, അവസരങ്ങൾ കിട്ടും. ശരിയാണ്. മറുവശത്ത് ഈ പറഞ്ഞ വ്യാജവാർത്ത, മാനസിക പ്രശ്നങ്ങൾ, സൈബർ ബുള്ളിയിങ്, പിന്നെ ആ സർവേലൻസ് ക്യാപിറ്റലിസവും. കറക്റ്റ്. ഇതിനിടയിൽ അൽഗോരിതങ്ങൾ എന്നൊരു സംഗതിയുണ്ട്. നമ്മൾ എന്ത് കാണണം കാണണ്ട എന്നൊക്കെ ഒരു പരിധിവരെ തീരുമാനിക്കുന്നത് ഈ അൽഗോരിതങ്ങളാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിച്ചു തരുമെങ്കിലും ചിലപ്പോൾ നമ്മളെ ഒരു എക്കോ ചേംബറിലാക്കും. അതായത് നമ്മുടെ അതേ ചിന്താഗതിയുള്ള കാര്യങ്ങൾ മാത്രം കണ്ടും കേട്ടുമിരിക്കും. അപ്പോ വേറെ അഭിപ്രായങ്ങൾ നമ്മൾ കാണുകയില്ല. കാണില്ല, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ പുച്ഛമാവും.
ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും കാരണമാവാം. വളരെ സങ്കീർണമാണ് ഈ ഡിജിറ്റൽ ലോകം. അവിടെ നമ്മൾ എങ്ങനെ നന്നായി പെരുമാറാമെന്നുള്ളതാണ് അടുത്ത വിഷയം. നെറ്റിക്കറ്റ്, ഓൺലൈൻ മര്യാദ. എന്താണത്? നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കാറില്ലേ? അതുപോലെ ഓൺലൈനിലും പാലിക്കേണ്ട കാര്യങ്ങൾ. അതാണ് നെറ്റിക്കറ്റ്. എന്തുകൊണ്ടതിത്ര പ്രധാനമാണ്? കാരണം ഓൺലൈനിൽ പ്രത്യേകിച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മുഖഭാവമോ ശബ്ദത്തിന്റെ ടോണോ ഒന്നും മറ്റേയാൾക്ക് കിട്ടില്ല. ശരിയാണ്. അപ്പോ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞ കാര്യം ചിലപ്പോൾ സീരിയസ് ആയി തോന്നാം. തെറ്റിദ്ധാരണ വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് വ്യക്തമായി ബഹുമാനത്തോടെ സംസാരിക്കുക, വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സമയത്തെ മാനിക്കുക. ഇതൊക്കെ പ്രധാനമാണ്. ഇതിനോട് ബന്ധപ്പെട്ട ഒന്നാണല്ലോ ഡിജിറ്റൽ കാൽപ്പാടുകൾ. നമ്മൾ ഓൺലൈനിൽ എന്ത് ചെയ്താലും ഒരു അടയാളം അവിടെ കാണുമെന്നാണോ? അതെ, കൃത്യമായി. നമ്മൾ അറിഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ, കമന്റ്, ലൈക്കൊക്കെ ഇതാണ് ആക്റ്റീവ് ഫുട്പ്രിന്റ്. അതുപോലെ നമ്മൾ അറിയാതെ വെബ്സൈറ്റുകൾ ശേഖരിക്കുന്ന ഡേറ്റ, നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററിയൊക്കെ പാസീവ് ഫുട്പ്രിന്റ്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ്. ഇതിന് ഗുണവും ദോഷവും ഉണ്ടല്ലേ? തീർച്ചയായും. ഒരു പോസിറ്റീവായ ഓൺലൈൻ സാന്നിധ്യം ചിലപ്പോൾ ജോലി കിട്ടാനോ അഡ്മിഷൻ കിട്ടാനോ ഒക്കെ സഹായിച്ചേക്കാം. വ്യക്തിഗത ബ്രാൻഡിങ്ങിന് നല്ലതാണ്. പക്ഷേ ശ്രദ്ധയില്ലാതെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങള്, പഴയ പോസ്റ്റുകൾ, ഫോട്ടോകളൊക്കെ പിന്നീട് നമുക്ക് തന്നെ പാരയയക്കാം. കാരണം ഓൺലൈനിൽ വന്നാൽ പലതും എന്നേക്കുമായി അവിടെയുണ്ടാവും. പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിജിറ്റൽ ടാറ്റു പോലെയാണ്. ഓ, അത് ശരിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും ചിന്തിക്കണം. അതെ, പ്രത്യേകിച്ച് ഔദ്യോഗിക കാര്യങ്ങളിൽ. അതെ, ആ വ്യത്യാസം കുറിപ്പുകളിൽ അല്ല. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഫോർമലായിരിക്കണം. വ്യക്തത വേണം, പ്രൊഫഷണൽ ഭാഷയുപയോഗിക്കണം, കൃത്യസമയത്ത് മറുപടി കൊടുക്കണം. സോഷ്യൽ മീഡിയയിലോ? അവിടെ കുറച്ചുകൂടി കാഷ്വൽ ആകാം. പക്ഷേ എന്നാലും ബേസിക് മര്യാദകൾ വേണം. മറ്റൊരാളെ ബഹുമാനിക്കുക, വെറുതെ തർക്കിക്കാൻ പോകാതിരിക്കുക, സെൻസിറ്റീവ് വിഷയങ്ങളിൽ സൂക്ഷിച്ച് അഭിപ്രായം പറയുക. പിന്നെ കിട്ടുന്ന ഫോർവേഡ് മെസ്സേജൊക്കെ അതേപടി ഷെയർ ചെയ്യുന്നതിനു മുമ്പ് അതൊന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഈ വീഡിയോ കോളുകളിലെ മര്യാദകളും പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. സംസാരിക്കാത്തപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക എന്നത് ഒരു അടിസ്ഥാന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സംസാരവും മറ്റുള്ളവർ കേൾക്കും. ശരി. നെറ്റിക്കറ്റ് ഇല്ലെങ്കിൽ അത് സൈബർ ബുള്ളിംഗ് ആവുമോ? ആകാം. ഓൺലൈനിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുക, കളിയാക്കുക, ഭീഷണിപ്പെടുത്തുക, ഒരാളുടെ ഫോട്ടോ മോശമായി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുക, ഇതൊക്കെ സൈബർ ബുള്ളിയിങ് ആണ്. അതുപോലെ മറ്റൊരാളുടെ സ്വകാര്യ വിവരങ്ങൾ അനുവാദമില്ലാതെ ഷെയർ ചെയ്യുന്നതും നെറ്റിക്കറ്റിന് എതിരാണ്. അത് ഡോക്സിംഗ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാം. നമ്മൾ നമ്മുടെ സ്വകാര്യത മാത്രമല്ല മറ്റുള്ളവരുടേതും സംരക്ഷിക്കണം. അതെ. ഈ ഡിജിറ്റൽ ലോകത്ത് എപ്പോഴും ഇങ്ങനെ ഓൺ ആയിരിക്കുന്നതിന്റെ ഒരു സ്ട്രെസ് ഇല്ലേ? അവിടെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സ് വരുന്നത്, അല്ലേ? സ്ക്രീനിൽ നിന്നൊരു ബ്രേക്ക്. അതെ. ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോൺ, ലാപ്ടോപ്പ്, സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചു നേരത്തേക്കൊന്ന് ബോധപൂർവം മാറ്റിവെക്കുക. അതൊരാവശ്യമായി വരുന്നുണ്ട് പലർക്കും. ഈ ഫാൻഡം വൈബ്രേഷൻ സിൻഡ്രോം, നോമോഫോബിയ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണ്. ഫോൺ പോക്കറ്റിൽ വൈബ്രേറ്റ് ചെയ്തോന്ന് വെറുതെ തോന്നുന്നത് ഫാൻഡം വൈബ്രേഷൻ. ഫോൺ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി തീർന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥത, നോമോഫോബിയ. ഇതൊക്കെ നമ്മൾ എത്രത്തോളം ഈ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇതിന് നമ്മുടെ തലച്ചോറുമായി ബന്ധമുണ്ടോ? ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഡോപാമിൻ എന്നൊക്കെ കുറിപ്പുകളിൽ കാണുന്നു. ഉണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം മാറാനുള്ള കഴിവാണ്. നമ്മളെപ്പോഴും ഈ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ തലച്ചോറ് ആ രീതിയിലുള്ള ഉത്തേജനങ്ങളുമായി പൊരുത്തപ്പെടും. ഓക്കേ. സോഷ്യൽ മീഡിയ ലൈക്കുകളും നോട്ടിഫിക്കേഷനുകളും കിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപാമിൻ എന്നൊരു കെമിക്കൽ ഉണ്ടാകും. അത് നമുക്കൊരു സന്തോഷം തരും, ഒരു റിവാർഡ് പോലെ. അതെ. അപ്പോൾ നമ്മൾ വീണ്ടും ആ റിവാർഡിന് വേണ്ടി ഫോൺ നോക്കും. ഇതൊരു അഡിക്ഷൻ പോലെയാകാം. ഡിജിറ്റൽ ഡീറ്റോക്സ് എടുക്കുമ്പോൾ തലച്ചോറിന് ഈ നിരന്തരമായ ഡോപ്പമിൻ ഹിറ്റിൽ നിന്ന് ഒരു മോചനം കിട്ടും. അത് ശ്രദ്ധ കൂട്ടാനും മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനും സഹായിക്കും. ഈ ഡൂം സ്ക്രോളിംഗ്, ഡിസിഷൻ ഫെറ്റീഗ് ഇവയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അതെന്താണ്? ഡൂം സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ ഈ ലോകത്ത് നടക്കുന്ന മോശം വാർത്തകളും നെഗറ്റീവ് കാര്യങ്ങളും മാത്രം തേടിപ്പിടിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോവുക. കോവിഡ് സമയത്തൊക്കെ ഇത് കൂടിയിരുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ വല്ലാതെ മോശമാക്കും. ശരിയാണ്. ഡിസിഷൻ ഫെറ്റീഗോ? അത് നമ്മൾ ഓൺലൈനിലൊരു സാധനം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ മുന്നിൽ വരും, അല്ലേ? അതെ.
നൂറുകണക്കിന്. ഈ ഓപ്ഷനുകളുടെ അതിപ്രസരം കാരണം അവസാനമൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള നമ്മുടെ ഒരു മാനസിക ഊർജം തീർന്നുപോകും. അതാണ് ഡിസിഷൻ ഫെറ്റീഗ്. അമിതമായ സ്ക്രീൻ ടൈം ശരീരത്തെയും ബാധിക്കുമല്ലോ. ഉറക്കം, കണ്ണ്, കഴുത്ത്. തീർച്ചയായും. സ്ക്രീനിലെ നീല വെളിച്ചം ഉറക്ക ഹോർമോണായ മെലാറ്റോണിനെ ബാധിക്കും. അത് ഉറക്കം കുറയാൻ കാരണമാകും. കണ്ണിന് സ്ട്രെയിൻ വരും. തുടർച്ചയായി കുനിഞ്ഞു ഫോണിൽ നോക്കുന്നത് കഴുത്തുവേദനയ്ക്ക് ടെക്നെക് കാരണമാകും. പിന്നെ മാനസികമായി ഉത്കണ്ഠ, ഫോമോ, ബ്രെയിൻ റോട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു ഡീറ്റോക്സ് എങ്ങനെ ചെയ്യാം? ഫോൺ പൂർണ്ണമായി മാറ്റിവെക്കാൻ പറ്റുമോ? പൂർണ്ണമായി മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ സ്റ്റെപ്പുകൾ എടുക്കാം. നമ്മൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യുക. ചില ആപ്പുകൾ അതിന് സഹായിക്കും. ഓക്കെ. ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷനുകൾ അത്യാവശ്യമില്ലാത്തവ ഓഫ് ചെയ്യാം. വീട്ടിൽ ചില സ്ഥലങ്ങൾ, ഉദാഹരണത്തിന് ഡൈനിങ് ടേബിൾ, ബെഡ്റൂം, നോ ഫോൺ സോണാക്കാം. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കാം. സ്ക്രോള് ചെയ്യുന്നതിന് പകരം വേറെന്തെങ്കിലും? അതെ, നടക്കാൻ പോകാം, പുസ്തകം വായിക്കാം, കൂട്ടുകാരുമായി നേരിട്ട് സംസാരിക്കാം, ഹോബികൾ ചെയ്യാം. ഇതിന്റെ ഗുണങ്ങൾ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ശ്രദ്ധ കൂടും, മൂഡ് നന്നാവും, ഉറക്കം മെച്ചപ്പെടും, ആളുകളുമായുള്ള ബന്ധം നന്നാവും. അപ്പോ ടെക്നോളജിയെ ഒഴിവാക്കുകയല്ല, ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത്. അതെ, ബോധപൂർവം ഉപയോഗിക്കുക. ശരി. ഇനി നമുക്ക് അവസാനത്തെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം. നമ്മുടെ സ്വകാര്യതയും സുരക്ഷയും. ഓൺലൈൻ ലോകത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട്. കുറിപ്പുകളിൽ കുറെ ഭീഷണികൾ പറയുന്നു. ഫിഷിംഗ് അതെന്താണ്? ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ ചൂണ്ടയിടില്ലേ, അതുപോലെ തട്ടിപ്പുകാർ നമ്മുടെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി വ്യാജ ഇമെയിലുകളോ മെസ്സേജുകളോ അയക്കും. എങ്ങനെ? ചിലപ്പോൾ ബാങ്കിൽ നിന്നാണെന്ന് പറയും, അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ നിന്നാണെന്ന്. നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്താൽ നമ്മുടെ യൂസർനെയിം, പാസ്വേഡ്, ചിലപ്പോൾ OTP വരെ അവർക്ക് കിട്ടും. ഓ, SMS വഴിയും വരുമല്ലോ ഇത്. അതെ, SMS വഴി വന്നാൽ അതിനെ സ്മിഷിംഗ് എന്ന് പറയും. ഡോക്സിംഗ് എന്നതെന്താണ്? ഡോക്സിംഗ് കുറച്ചുകൂടി പേടിപ്പിക്കുന്ന ഒന്നാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ പേഴ്സണൽ വിവരങ്ങൾ, അഡ്രസ്, ഫോൺ നമ്പർ, ഫാമിലി ഡീറ്റെയിൽസ്, ജോലിസ്ഥലം ഒക്കെ ഓൺലൈനിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്യുക. ഇത് ആളുകളെ ഉപദ്രവിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്. വെർച്വൽ അറസ്റ്റ്, ജ്യൂസ് ജാക്കിംഗ് എന്നൊക്കെയും കാണുന്നു. വെർച്വൽ അറസ്റ്റ് പുതിയ തട്ടിപ്പാണ്. പോലീസോ CBIയോ ഒക്കെ ആണെന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങളൊരു കേസിൽ പെട്ടിട്ടുണ്ടെന്ന് പേടിപ്പിച്ച് പണം തട്ടുന്ന രീതി. ജ്യൂസ് ജാക്കിംഗ് ആകട്ടെ പബ്ലിക് സ്ഥലങ്ങളിലെ USB ചാർജിംഗ് പോർട്ടുകളില്ലേ, ആ, എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കാണുന്നത്. അതെ, അതിൽ ചിലപ്പോൾ മാൽവെയർ ഉണ്ടാവാം. നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ ആ മാൽവെയർ നമ്മുടെ ഫോണിലേക്ക് കയറി ഡേറ്റ മോഷ്ടിക്കാം. കൊള്ളാം. അപ്പോ ചാർജ് ചെയ്യാൻ സ്വന്തം ചാർജറും പവർ ബാങ്കും ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതെ, ഈ മാൽവെയർ എന്നതും ഒരു വലിയ ഭീഷണിയാണല്ലോ. വൈറസ്, ട്രോജൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാൽവെയർ ഒരു പൊതുവായ പേരാണ്. വൈറസ്, വേം, ട്രോജൻ ഹോഴ്സ്, റാൻസംവെയർ നമ്മുടെ ഫയൽസ് ലോക്ക് ചെയ്ത് പണം ചോദിക്കുന്നത്, സ്പൈവെയർ നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നത് ഒക്കെ മാൽവെയറുകളാണ്. ഇത് പലപ്പോഴും സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴോ അറ്റാച്ച്മെന്റ് തുറക്കുമ്പോഴോ സുരക്ഷിതമല്ലാത്ത സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ ഒക്കെയാണ് കയറുന്നത്. ഇതിനു പുറമെ സോഷ്യൽ എഞ്ചിനീയറിംഗ് തട്ടിപ്പുകളുമുണ്ടല്ലേ? അതെ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയേക്കാൾ കൂടുതൽ മനുഷ്യന്റെ സൈക്കോളജിയെ മുതലെടുക്കുന്ന തട്ടിപ്പാണ്. ഫിഷിംഗ് ഒരു ഉദാഹരണമാണ്. മറ്റൊരാളായി നടിച്ച് വിവരം ചോർത്തുക, പ്രിടെക്സ്റ്റിംഗ്, ആരെങ്കിലും ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് ഒളിഞ്ഞു നോക്കുക, ഷോൾഡർ സർഫിംഗ്, ഒരാളുടെ പിന്നാലെ അനുമതിയില്ലാതെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് കടക്കുക, ടെയിൽ ഗേറ്റിംഗ്, ഇതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. സ്കെയർവെയർ എന്നൊരു വാക്കും കണ്ടു. അത് നമ്മളെ പേടിപ്പിച്ച് പണം തട്ടുന്ന രീതിയാണ്. കമ്പ്യൂട്ടറിൽ ഒരു പോപ്പപ്പ് വരും, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ട്, ഉടനെ ഈ സോഫ്റ്റ്വെയർ വാങ്ങി സ്കാൻ ചെയ്യൂ എന്ന്. ശരിക്കും വൈറസ് ഉണ്ടാവില്ല. ആ സോഫ്റ്റ്വെയർ വ്യാജനായിരിക്കും, അല്ലെങ്കിൽ അതിൽ തന്നെ വൈറസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഭീഷണികളെയൊക്കെ എങ്ങനെ നേരിടാം? എന്തൊക്കെ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനം ജാഗ്രതയും സംശയവുമാണ്. ഒരു ഇമെയിലോ മെസ്സേജോ കണ്ടാൽ അയച്ചത് ആരാണെന്ന് ഉറപ്പുവരുത്തുക. അതിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കുക. എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. വ്യക്തിഗത വിവരങ്ങൾ, OTP, പാസ്വേഡ് അതൊന്നും ആരുമായും ഷെയർ ചെയ്യരുത്. ബാങ്കോ മറ്റ് സ്ഥാപനങ്ങളോ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ഈ വിവരങ്ങൾ ചോദിക്കില്ല.
ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അവരുടെ ഒഫീഷ്യൽ കസ്റ്റമർ കെയർ നമ്പറിൽ തിരിച്ചു വിളിച്ചുറപ്പുവരുത്തുന്നതാണ് നല്ലത്. പാസ്വേഡുകളുടെ കാര്യമോ? 1 2 3 4 5 6 ഒക്കെ ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവോ? ഉണ്ടാവാം. അത് വളരെ അപകടമാണ്. ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തവും ശക്തവുമായ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ചേർന്ന പാസ്വേഡുകൾ ഉണ്ടാക്കണം. ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാസ്വേഡ് മാനേജർ ഉപയോഗിക്കാം. മൾട്ടി ഫാക്ടർ ഓഥന്റിക്കേഷൻ. അതെ, അത് നിർബന്ധമായും എനേബിൾ ചെയ്യണം. പാസ്വേഡ് മാത്രം പോരാതെ ഫോണിലേക്ക് വരുന്ന OTPയോ അല്ലെങ്കിൽ ബയോമെട്രിക്കോ വിരലടയാളം പോലുള്ള ഒരു അധിക പടി കൂടി വേണം ലോഗിൻ ചെയ്യാൻ. ഇത് സുരക്ഷ ഒരുപാട് വർദ്ധിപ്പിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതോ? വളരെ പ്രധാനം. ഫോണിലെയും കമ്പ്യൂട്ടറിലെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്പുകളും എപ്പോഴും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. കാരണം പുതിയ അപ്ഡേറ്റുകളിൽ പഴയ സുരക്ഷാ വീഴ്ചകൾ പരിഹരിച്ചിട്ടുണ്ടാവും. പിന്നെ നല്ലൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. പബ്ലിക് വൈഫൈ ചാർജിംഗ് പോർട്ടൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അതെ, അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക. പ്രത്യേകിച്ചും ബാങ്കിംഗ് പോലുള്ള സെൻസിറ്റീവ് കാര്യങ്ങൾക്ക് VPN ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഡേറ്റയുടെ ബാക്കപ്പ് എടുത്തു വയ്ക്കുന്നതും നല്ല ശീലമാണ്. എന്തു ചെയ്യണം? സൈബർ ബുള്ളിയിങ്, സെക്സ്റ്റോർഷനൊക്കെ? പേടിക്കരുത്. ഭീഷണിക്ക് വഴങ്ങരുത്, പണം കൊടുക്കരുത്. അവരുമായുള്ള സംഭാഷണം നിർത്തുക, അവരെ ബ്ലോക്ക് ചെയ്യുക. എല്ലാ തെളിവുകളും സ്ക്രീൻഷോട്ട്, മെസ്സേജൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക. ആ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്യുക. ആവശ്യമെങ്കിൽ പോലീസിലോ cybercrime.gov.inലോ പരാതി നൽകുക. സഹായം ചോദിക്കാൻ മടിക്കരുത്. ശരിയാണ്. അപ്പൊ നമ്മൾ ഈ കുറിപ്പുകളിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ, സർവെയിലൻസ് ക്യാപിറ്റലിസം, ഫോമോ, നെറ്റിക്കറ്റ്, ഡിജിറ്റൽ ഫുട്പ്രിന്റ്, ഫിഷിംഗ്, ഡിറ്റോക്സ്, സുരക്ഷാ മാർഗങ്ങൾ, ഇവയെല്ലാം ചുരുക്കത്തിലൊന്നും നോക്കി. ഇതൊരു തുടക്കം മാത്രമാണ്, അല്ലേ? അതെ, ഇത് വലിയൊരു ലോകമാണ്. പക്ഷേ ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഓൺലൈനിൽ ഇടപഴകുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശരിയാണ്. ഡിജിറ്റൽ മീഡിയ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലേ അതിന്റെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റൂ. നെറ്റിക്കറ്റ് പാലിക്കുന്നത് ഓൺലൈൻ ബന്ധങ്ങൾ ആരോഗ്യകരമാക്കും. ഡിറ്റോക്സ് നമ്മുടെ മാനസികാരോഗ്യത്തിന് ആവശ്യമായി വരും. ഇതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ ഡാറ്റയും സ്വകാര്യതയും സുരക്ഷിതമാക്കുക എന്നതാണ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു നല്ല ഡിജിറ്റൽ പൗരനാവുക എന്നത്. ഈ അറിവ് എല്ലാവർക്കും അവരുടെ ഓൺലൈൻ ജീവിതം കുറച്ചുകൂടി സുരക്ഷിതവും ആരോഗ്യകരവുമാക്കാൻ സഹായിക്കട്ടെ എന്ന് കരുതാം. നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്നവർക്കായി ഒരു ചോദ്യം. നിങ്ങളുടെ ഡിജിറ്റൽ കാൽപ്പാടുകൾ, അത് നിങ്ങൾ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കഥ തന്നെയാണോ പറയുന്നത്? നിങ്ങളുടെ ഓൺലൈൻ ശീലങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യമാണ്. ആ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം. തീർച്ചയായും. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും നന്ദി.